വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. രണ്ട് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സാണ് GST പോർട്ടലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഷെയർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, GSTR 3Bയിലെ നെഗറ്റീവ് ലയബിലിറ്റിയുമായി സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. GSTR 3Bയിലെ നെഗറ്റീവ് ലയബിലിറ്റി വരുന്നതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി GST ലോയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ പോർട്ടലിൽ ആക്റ്റീവ് ആയിട്ടില്ല. സാധാരണ രീതിയിൽ പോർട്ടലിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അത് നോട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് പോർട്ടലിൽ അത് ആക്റ്റീവായിട്ട് വരാനുള്ളത്. ബട്ട് അത് ഇതുവരെ പോർട്ടലിൽ ആക്റ്റീവായിട്ട് വന്നിട്ടില്ല. ഈ നെഗറ്റീവ് ലയബിലിറ്റി എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. സെക്കൻഡ് വൺ, GSTR 1 റിലേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ടാക്സ് ഇൻഫർമേഷൻ വെബ്സൈറ്റിൽ വന്ന് കിടക്കുന്നുണ്ട്. ബട്ട് സൈറ്റിൽ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. എന്താണ് ആ നോട്ടിഫിക്കേഷൻ നോക്കാം. ടാക്സ് ഇൻഫർമേഷൻ വെബ്സൈറ്റിൽ വരിക, നോട്ടിഫിക്കേഷൻസിൽ സെൻട്രൽ ടാക്സ് നോട്ടിഫിക്കേഷൻ നമ്പർ 12/2024. ഈ നോട്ടിഫിക്കേഷനിൽ 11th പോയിൻ്റ് ഒന്നെടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. വിത്ത് എഫക്റ്റ് ഫ്രം ഫസ്റ്റ് ഡേ ഓഫ് August 2024, the words 2.5 lakh rupees wherever they occur, the words 1 lakh rupees shall be substituted. ഇതെവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് നോക്കാം. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ടവർക്ക് വായിക്കാം. പക്ഷേ ഇത് ആക്ച്വലി റിട്ടേൺ ഫയലിങ്ങിൽ GST പോർട്ടലിൽ എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. GSTR 1 ഇത് ആപ്ലിക്കബിലിറ്റി വരുന്നത് B2C സപ്ലൈസ്. നമുക്കറിയാം GSTR 1 ടേബിൾ 5 ടേബിൾ 7 B2C സപ്ലൈസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി നമ്മളുടെ കോഴ്സിലുണ്ട്. ഞാനതിൻ്റെ ഒരു സമ്മറി പറയാം. B2C സപ്ലൈസ് ടേബിൾ 5 7 റിപ്പോർട്ട് ചെയ്യുന്നത്. 2.5 lakhs മുകളിലുള്ള ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ്, B2C ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് ടേബിൾ 5 ടേബിൾ 5 കവർ ചെയ്യാത്തതെല്ലാം തന്നെ ടേബിൾ 7 റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന 2.5 lakhs ഇപ്പോൾ 1 lakh ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി B2C സപ്ലൈസ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് 1 lakh മുകളിലുള്ളതാണ് ടേബിൾ 5 റിപ്പോർട്ട് ചെയ്യേണ്ടത്. ദെൻ അതർ ദാൻ ടേബിൾ 5 എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ടേബിൾ 7 ഇത് ഓഗസ്റ്റ് മന്തിൽ റിട്ടേൺ മുതലാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ പോർട്ടലിൽ ആക്ടിവേറ്റ് ആയിട്ടില്ല. നമ്മൾ ടേബിൾ 5 വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ 2.5 lakhs തന്നെയാണ് കാണിക്കുന്നത്. സോ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ നോട്ട് കാണിക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കത് ക്ലിയർ ആയത്. ഞാൻ ടേബിൾ 5 ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ആഡ് റിപ്പോർട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യുക, ഇൻവോയ്സ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഇൻവോയ്സ് വാല്യൂ സെലക്ട് ചെയ്യുക. ഇവിടെ 1 lakh മുകളിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇൻവോയ്സ് വാല്യൂ ആണ് 1 lakh മുകളിൽ പോകേണ്ടത്. സോ ഒരു 90,000 ടാക്സബിൾ വാല്യൂ ആണെങ്കിൽ 18% GSTയിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. 1,06,200 ആയിരിക്കും നമുക്ക് ഇൻവോയ്സ് വാല്യൂ വരുന്നത്. താഴെ റിപ്പോർട്ട് ചെയ്യാം 90,000. സോ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇതൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. ഇൻവോയ്സ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2,50,000. സോ ഇത് കംപ്ലീറ്റ്ലി സൈറ്റിൽ ഒന്നും തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. സോ GST ലോയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സൈറ്റിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. സോ സൈറ്റ് ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റോങ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങളുടെ കേസിൽ 1 lakh കൂടുതലുള്ള B2C സപ്ലൈസ് ഉണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത്. GSTR 1 ഫയലിങ്ങിൻ്റെ ഡ്യൂ ഡേറ്റ് വരെ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ചേഞ്ച് പോർട്ടലിൽ ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് പറയുന്നത് പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഈ ചേഞ്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് GSTR 1 വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. സൈറ്റിൽ എന്താണോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ്.
എത്രയും പെട്ടെന്ന് ഈ 2 ചേഞ്ചസും പോർട്ടലിൽ ആക്ടിവേറ്റ് ആവും തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.